कहाँ से हो? केरला। केरला जी। ട്രാഫിക് തുടങ്ങി. ഇതാ യൂഷ്വൽ ട്രാഫിക് ആണെന്ന് തോന്നുന്നു. എടുത്തവരെങ്ങനെ ഉണ്ടാവുന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ഫുള്ള് ട്രക്കാണുള്ളത്, ലോറികളും ട്രക്കും. ട്രാഫിക് അവിടെ നിന്ന് കഴിഞ്ഞു തോന്നുന്നു. ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്, അതാണ്. ഓക്കെ, ഇതിവിടെ യൂഷ്വലായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. പട്നിടോപ്പ് ഇവിടെ നിന്ന് 48 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര ഹെവി ട്രാഫിക് ആയിരിക്കും. ഇവിടെ റോഡ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ട് തന്നെ കേട്ടോ. ഇത് ഞങ്ങളുടെ ഡേ 1 ആണ്. ജമ്മുന്ന് ശ്രീനഗർ 250 കിലോമീറ്റർ, പിന്നെ 270 ആ റേഞ്ചിലാണ് കിലോമീറ്റർ. അപ്പോൾ ഓൾറെഡി നമ്മൾ കവർ ചെയ്തു. 72 കിലോമീറ്റർ ഓൾറെഡി കവർ ചെയ്തു. റോഡ് കണ്ടീഷൻ വളരെ മോശമാണ്, കൂടുതൽ ട്രാഫിക്കും പൊടി, പിന്നെ ലാൻഡ് സ്ലൈഡ് ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷേ ഒന്നും വകവെക്കാൻ ഞങ്ങൾ മുമ്പോട്ടേക്കാണ്. ഞാനിപ്പോൾ ഫ്രണ്ടിലുണ്ട്. സനീഷുമായി അനൂപായിക്കും അത്ര റൈഡ് ചെയ്യാൻ വേണ്ടി അത്ര ഈ റോഡിൽ പറ്റാത്തതുകൊണ്ട് ഒരു കുറച്ച് റോ ആണ്. ഫായ്സ് ഉണ്ടായിരുന്നു ബാക്കിൽ, പക്ഷേ ഫായ്സിനെ ഇപ്പോൾ കാണാനില്ല. അപ്പോൾ എൻ്റെ സമയം വേസ്റ്റ് ചെയ്യണാണ്ട് ഞാൻ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോൾ ട്രാഫിക് കൂടാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ അടുത്ത നമ്മുടെ സ്റ്റോപ്പ് പട്നിടോപ്പാണ്. അവിടെ കുറച്ച് പിക്ചറും കാര്യങ്ങളും ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ മുമ്പോട്ട് നീങ്ങും. അപ്പോൾ ഇന്ന് 4 o'clock മുമ്പായിട്ട്, പിന്നെ 4 o'clock മുമ്പായിട്ട് പിന്നെ നമുക്ക് ശ്രീനഗർ കവർ ചെയ്യണം. അവിടെ സ്റ്റേ ചെയ്യണം, ഡാലിലേക്ക് വിസിറ്റ് ചെയ്യണം. നമുക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനുണ്ട്. ഓൾറെഡി ജമ്മുവിൽ 2 ദിവസമായി ആർമി ക്യാമ്പിലായിരുന്നു മുന്നേ പറഞ്ഞ പോലെ. അപ്പോൾ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കും സമയമില്ല. അപ്പോൾ എന്തായാലും മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു എനർജി ഉണ്ട് രാവിലെ. ഒരു 100 കിലോമീറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സമാധാനം വരും. ട്രാഫിക് കണ്ടീഷൻ നിങ്ങൾ നോക്കിയാൽ ഫുൾ ട്രാഫിക്കാണ്. ഇവിടുന്ന് ജമ്മുവിൽ ശ്രീനഗർ റൂട്ട് നല്ല ട്രാഫിക്കാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് എന്താ അവസ്ഥ ആണെന്ന് അറിയില്ല. ഇവിടെ കയ്യോ കൊള്ളും കാര്യക്കാരാണ്, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് മുമ്പിൽ പോകണമെങ്കിൽ നിങ്ങളെ ഇടയിൽ പോയേ പറ്റൂ. അല്ല ട്രാഫിക് റൂൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കില്ല. ഇടയിൽ ഇങ്ങനത്തെ നല്ല റോഡ് വരുമ്പോഴാണ് കുറച്ച് ആശ്വാസം. ഒരു 100 കിലോമീറ്റർ ചെയ്തതിന് ശേഷം അവരെ വെയിറ്റ് ചെയ്യാന്നില്ല. ഇപ്പോൾ 73 കിലോമീറ്റർ ആയിപ്പോൾ. അവരുണ്ടോ ബാക്കില്? 100 കിലോമീറ്റർ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കുറച്ച്. അങ്ങനെ 10 കിലോമീറ്ററിൽ നമ്മുടെ ടണലില്ല. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടെ റഡാറുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ 30 കിലോമീറ്റർ സ്പീഡ് കാണിക്കുന്നു ഇവിടെ. ഓഹോ, if you drive never drink.
ടോൾ പ്ലാസ. വീടുകൾ നോക്കിയേ, കൊള്ളാട്ടോ. പക്ഷേ അതിൻ്റെ ബോർഡ് കിട്ടിയില്ല, ഫുൾ ട്രാഫിക്കാ. പോടാ. അവരാ സനീഷ് ഭായയുടെ ഉണ്ട്. എവിടെ നിന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ആ, ഇതാണ് ചെന്നൈ നീതേശിന്. ചെന്നൈ ചെന്നൈ ആ അല്ല, ചെന്നൈ നീതേശിന് ചെന്നൈ തന്നെയല്ലോ ഇത് കാണുന്നത്. ചെന്നാനി. കണ്ണാടി ഊര എന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ വെളിച്ചം കുറവായിരിക്കും. അപ്പോൾ സൺഗ്ലാസും കൂടെ ആകുമ്പോൾ വിഷ്വബിലിറ്റി കുറയും നല്ലോണം. അത് പ്രശ്നവും. നമ്മളെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ടണൽ ഇതന്നെ, അത് നരേന്ദ്രമോദിജി. ഓഹോ, അങ്ങനെ ടണല് കടന്ന് പുറത്തേക്കെത്തി. ഇപ്പൊ ഒന്ന് ശ്വാസം നേരമാണ്, ഒരിളം കാറ്റെങ്കിലും കിട്ടുന്നുണ്ട്. 9 കിലോമീറ്റർ മേലെ ദൂരമുള്ള ടണൽ ഇന്നലെ പുള്ളിക്കാരൻ പറയാം 1.5 കിലോമീറ്റർ. ഇതിപ്പോ 9 കിലോമീറ്റർ ആകുമ്പോ വന്നു. ആ ഒന്നും റിട്ടേൺ പോകണ്ടായിന്. അവിടെ നിന്നും കണ്ടിന് 9 കിലോമീറ്ററിലെ ടണലോ. ഓഹോ, ആ ഇങ്ങോട്ട് വാ കുറച്ച്. നിങ്ങൾ ഫ്രണ്ടിൽ വെച്ചാൽ മതി വണ്ടി. നോക്കണേ, കൂട്ടി പിടിച്ചോ. പായിസേ ഇങ്ങോട്ട് കയറിക്ക്, സെൽഫി എടുക്കാലോ. നോക്കിയേ, ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ആയി കഴിഞ്ഞാലേ പപ്പറഞ്ഞത് തടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഉണങ്ങിയ വാഴ വരെ ഇല്ല. നോക്കിയേ വ്യൂ, മല. ഓ അതിഭീകരം. ഇതൊന്നും അല്ലാട്ടോ, ഇത് ജസ്റ്റ് സാമ്പിൾ മാത്രം. നമ്മൾ ജമ്മുന്ന് ശ്രീനഗറിലേക്ക് വന്നതേ ഉള്ളൂ. ഇനി ശ്രീനഗർ കഴിഞ്ഞിട്ടാണ് ബാക്കി. വാങ്ങോങ് തുർത്തൂക്ക് രോമണിച്ചിരിക്കുന്നുണ്ടാ. നമ്മള് വർഷങ്ങളായി കൊണ്ടുവരുന്ന ഒരു സാധനത്തിലേക്ക് സ്ഥലത്തേക്ക് എത്തിപ്പെടാപ്പെടുന്ന സമയമില്ലേ, വായിൽ പറയാനും കിട്ടുന്നില്ല. അതൊരു സംഭവം കേട്ടോ. അത് എത്തിപ്പെടുമ്പോ രോമണിച്ചേക്കുന്നത്. പിന്നെ വാഗാ ബോർഡറിൽ എന്തായാലും ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞ് പോകണം കേട്ടോ പഞ്ചാബില്. ഇന്ത്യക്കാരെന്ന് ഇല്ല ആ ഒരു ഫീലിങ് വന്നത് അവിടെ നിന്ന്. എന്താ ഒരു എല്ലാരും രോമം അവിടെ കേറിയ പാടെ രോമം അണിച്ചിക്കാൻ തുടങ്ങിയതാ. പരേഡ് 1 മണിക്കൂർ താഴെ ഉണ്ടായിട്ടും കാര്യങ്ങളൊന്നും ഇതല്ല. പക്ഷെ അത് ഭയങ്കര സംഭവമായിരുന്നു. ലൈഫിൽ മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങൾ. അടിപൊളി. ഇങ്ങനത്തെ റോഡ് മതിയായിരുന്നു, പക്ഷേ ഓഫ് റോഡ് കൂടെ വേണം. ഇപ്പോൾ വരുന്ന വഴിക്ക് ചെറിയൊരു അനുഭവം ഉണ്ട്. അതായത് പുള്ളി ഒരു സഞ്ചി എടുത്തിട്ട് ഞാൻ വേറെന്തോ വെക്കാനോ അങ്ങനെ ഒന്നും ആയിട്ട് ഒരു റെസീറ്റ് എടുത്തിട്ട് പറയുന്നത് ഞാൻ പള്ളിയിലേക്കുള്ള സംഭാവനയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ടാൽ മതിയെന്ന്. ഞാൻ ഇവിടെ ആയിപ്പന്നെ. പിന്നെ കുറച്ച് വെച്ചപ്പോൾ അതേ സംഭവം ഒരാൾ നേരെ അമ്പലത്തിൻ്റെ പേരും പറഞ്ഞിട്ട് തന്നെ പണിയെടുക്കാണ്ട് അങ്ങനെ ജീവിക്കാന്നുള്ളതിൽ എക്സ്പെരിമെൻ്റ് നടത്തിക്കൊണ്ടിരിക്കുക.
അയ്യോ അത് കൊള്ളാലോ. അതെന്താ ലാൻഡ് സ്ലൈഡിങ്ങിൻ്റെ ഭീകരമായ അവസ്ഥകളുണ്ടോ. പിന്നെ ഇവിടെ മണ്ണ് പറഞ്ഞാൽ വളരെ ഉറപ്പ് കുറഞ്ഞ മണ്ണ്, അതിൻ്റെ കൂടെ ഈ വലിയ വലിയ പാറകൾ കലർന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചെറിയ മഴ പെയ്യുന്ന സമയത്ത് മണ്ണ് പൊതിരും അങ്ങനെ ആ പാറകൾ ഉരുടുക. ഇതെല്ലാം ലാൻഡ് സ്ലൈഡിങ്ങാണ്. ഇങ്ങനെയുള്ള സമയത്ത് മഴയത്തൊന്നും വരാതിരിക്കുന്നത് വളരെ നല്ലത്. ഈ ലാൻഡ് സ്ലൈഡിങ്ങിനെ കുറിച്ച് നമ്മൾ ഗ്രൂപ്പിലെല്ലാം കൂടുതൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇത്രക്കും ഭീകരമാണ് എന്നുള്ളത് മനസ്സിലായില്ല. ഓഹോ, ഇനി എത്ര കിലോമീറ്ററും കൂടെ പോകണം. അയാൾ പറഞ്ഞു കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നല്ല റോഡാണ്. ഒരു ജവാനോട് ഞാൻ റോഡിനെ കുറിച്ച് ചോദിച്ചു. ജവാൻ കുറച്ചുകൂടെ പോയാൽ മതി. ആ സ്ഥലത്തിൻ്റെ പേരെന്തോ പറഞ്ഞു, പക്ഷെ അത് അത്ര ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ സ്ഥലപ്പേരെല്ലാം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. 2-3 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ഫ്രൈസേ മോനെ പോ. നമ്മുടെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയ സമയത്ത് കുറച്ച് മുമ്പോട്ട് ഒരു കിലോമീറ്റർ വരുമ്പോഴത്തേക്കാണ് ഈ വഴിയോര കച്ചവടക്കാരല്ലേ പാവ ഇങ്ങനെ ഡോൾ ഇങ്ങനത്തെ സാധനങ്ങൾ, കുഷ്യൻ സീറ്റ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു കുഷ്യൻ സീറ്റ് വാങ്ങി. ഇപ്പോൾ ചെറിയൊരു കംഫർട്ട് ഉണ്ട്. അല്ലെങ്കിൽ ഇത് ഒരു 50 കിലോമീറ്റർ ആകുമ്പോൾ ഭയങ്കര പട്ട് പെയിൻ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇപ്പോൾ പ്രശ്നമില്ല. ഇപ്പോൾ നമ്മൾ 97 കിലോമീറ്റർ 100 കിലോമീറ്ററിൻ്റെ അടുത്തായി. ഇപ്പോൾ എന്തെന്ന് സ്ഥലം ഒരു അണക്കെട്ടുണ്ട് കേട്ടോ അവിടെ, ഡാം. പൊടി 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 പൊടി. ഓഹോ, ഇടക്കിടക്ക് ലെൻസ് ക്ലീൻ ചെയ്തിട്ടെങ്കിൽ എനക്ക് പേടിയാന്ന് കേട്ടാ. എന്തേല് ഇറങ്ങി പുറപ്പെട്ടില്ല. ഇനിയിപ്പോ ചെയ്താലേ പറ്റൂ. അതിഭീകരം കേട്ടാ. ബ്ലൈൻഡ് കർവ്, ബ്ലോ ഹോൺ. അയ്യോ, ഫായ്സിന്റെ റിയർ ബ്രേക്ക് തീരെ വർക്ക് ചെയ്യുന്നില്ല. അയ്യോ, പ്രശ്നമാണല്ലോ. എവിടെയെങ്കിലും ഒരു സർവീസ് സെൻ്റർ ഉണ്ടെങ്കിൽ, പക്ഷെ അവിടെ പാർട്സ് കിട്ടാനും ബുദ്ധിമുട്ടാവും. അപ്പോൾ ബ്രേക്ക് പാഡ് കയ്യിൽ വെച്ചിട്ടാണ്. ശ്രീനഗറിൽ എത്തിയാലേ ഇപ്പം എന്തെങ്കിലും നടക്കുന്ന എൻ്റെ ഒരു പ്രതീക്ഷ. വീണ്ടും അത്യുഗ്രൻ ട്രാഫിക് ബ്ലോക്ക്. ഓഹോ, ഇത് കറക്റ്റ് ലൈൻ പിടിച്ച് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ ചില ആൾക്കാർ എന്താക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് അങ്ങനെ ഈ വലിയ വണ്ടിയിലെടുക്കുന്ന ഇങ്ങനെ കെണിയുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇവിടുന്ന് അനുപേട്ടനെയും പിന്നെ സനീഷമേനെ കാതുന്ന ഡൈവേഷനിലും ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ അതുവഴി വണ്ടി പോകുന്നില്ല. നമ്മൾ ആദ്യം പോകാനിരുന്ന റോഡിലേക്ക് തന്നെ പിന്നെയും തിരിച്ചു വന്നു. എസ് ക്യാമിൻ്റെ ബാറ്ററി തീർന്നിരുന്നു. ഇപ്പോൾ വരുന്ന ട്രാഫിക്കിൻ്റെ ഇടയിൽ ഒരു ആർമി ഡ്രൈവറെ പരിചയപ്പെട്ടു. അപ്പോൾ പുള്ളി സംസാരിക്കുന്നത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഭയങ്കര നഷ്ടമായിപ്പോയി. ഞാൻ പൈസ ഇവിടെ നിർത്തിയിട്ട് ഇപ്പോൾ ബാറ്ററി ചേഞ്ച് ചെയ്തു. മറ്റേ അഡീഷണൽ ബാറ്ററി പിന്നെ ചാർജിന് വെച്ചു. അപ്പോൾ ശ്രീനഗർ ലക്ഷ്യമാക്കിയിട്ട് വീണ്ടും യാത്ര. सर श्रीनगर जाना है? श्रीनगर सर, ये ओके, थैंक यू। यहाँ से भी है, यहाँ से शॉर्टकट है, तो सीधा निकलना यार, ऊपर नहीं जाएंगे अनके यार। यहाँ से जाओगे ना, सीधा जाओगे, आगे रोड आएगा, एक ऊपर एक नीचे, नीचे वाले रोड से निकल जाना। वो रोड सही है क्या? हाँ एकदम रोड है, आगे ये आएगा ना, कोई 4-5 किलोमीटर आगे है, ऊपर आएगा रोड चौक में, ऊपर मत जाना, सीधा आगे राइट भी जाता है। लोहे का ब्रिज आएगा ना, उसको नीचे तक जाना, पुल से सीधा चले जाना। हाँ ओके ओके। मार्केट में लोहे का, यहाँ से ठीक है, यहाँ से जाम तोड़ दो, आपको दिख जाएगा हाईवे पार्ले साइड से, उसके साथ में मिल जाएगा, ठीक है, 2 रोड आएगा। अवर वेट है ना, ले पोना। हाँ नहीं, और 2 बंदा आने वाला है, उसका वेट करो। सर कहाँ से हो? केरला। केरला जी। केरला से
जी साहब इधर सिम लेगा तो उसमें डाटा चलेगा क्या? क्या? हाँ सिम डाटा नहीं चलेगा, खाली फोन कर सकते हैं, यहाँ पर कुछ नहीं। फोन भी नहीं चलेगा? नहीं, इधर का लोकल सिम हम लोग खरीदेगा ना, उसमें डाटा यूज कर सकते हैं। आधार कार्ड कुछ हाँ सब कुछ है। बस चलेगा 10 मिनट में SMS से अपना सिम तो बंद हो गया उधर जम्मू से। हाँ वो तो क्रॉस करते हो हाँ हाँ नहीं वो उधर ही आप चुप करो वगैरह वाला बात तो वो എല്ലാ സിം കാർഡ് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോ, ഡാറ്റ ഉണ്ടാവും ആന്ന് പറയാം.